കോൺഗ്രസ് അംഗങ്ങളോട് കാണിക്കുന്ന നിഷേധാത്മക നിലപാടിലും അവഗണനയിലും പ്രതിഷേധിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിച്ച സ്ഥിതിവിശേഷമാണുള്ളതെന്നും കഴിഞ്ഞ 10 വർഷത്തോളമായി ഭരണം നടത്തിയിട്ടും ഓഫീസ് കെട്ടിടം പുതിയ സ്ഥലത്തേക്ക് മാറ്റാതെ ഭിന്നശേഷിക്കാരെയും പ്രായമായവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഭരണാധികാരികളുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് അംഗങ്ങൾ പഞ്ചായത്ത് കവാടത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി.വി. നിവാസ്, എ. കൃഷ്ണൻ, ജയൻ പാണ്ഡ്യത്ത്, ടി.ഒ. ജോയ്, സെബീന റിറ്റോ എന്നിവർ സംസാരിച്ചു. ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഭരണമുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണമുണ്ട്, ജില്ലാ പഞ്ചായത്ത് ഭരണമുണ്ട്, MLA ഉണ്ട്, സംസ്ഥാന ഭരണമുണ്ട്. ഇത്രയും സാഹചര്യങ്ങളും എല്ലാം ഒത്തിണങ്ങിയിട്ടും ഭരണാധികാരികളിൽ നിന്ന് ആവശ്യമായ രീതിയിൽ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വരും ദിവസങ്ങളിൽ വേണ്ടത്ര രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ലെങ്കിൽ അതിശക്തമായ വാർഡ് തോറും ഉള്ള ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് ശക്തമായ ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം അതിശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും